മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ പി കെ കുഞ്ഞാലിക്കുട്ടി UDF സ്ഥാനാർത്ഥി. മലപ്പുറത്ത് ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളാണ് പ്രഖ്യാപനം നടത്തിയത്. ഈ മാസം 20-ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. നമ്മുടെ മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് UDF സ്ഥാനാർത്ഥിയായി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ തീരുമാനിക്കുന്നു. നോമിനേഷൻ 20-ന് രാവിലെ നടക്കുന്നതാണ്. പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ദേശീയ രാഷ്ട്രീയത്തിൽ പോയാലും കേരളത്തിലെ UDF നേതൃത്വത്തിൽ തുടരും. നമ്മൾ പോയെങ്കിലും ഇവിടെ നോക്കുന്നതാണ് നമ്മളെ കാര്യങ്ങളൊക്കെ. മതേതര കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അല്ല, അതായത് ഈ ഒരു ഇലക്ഷനിൽ കാൻഡിഡേറ്റിനെ പ്രഖ്യാപിച്ചിരിക്കുകയല്ലേ, അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് ഞാനൊരു വേറൊരു സമയം എടുത്ത് പറയാം. അപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് തങ്ങളെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട്, മതേതര കൂട്ടായ്മക്ക് വേണ്ടി ആണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ ഇന്നത്തെ സാഹചര്യത്തിൽ അതിന് വളരെ പ്രസക്തി കൂടിയിരിക്കുകയാണ്. പുകഴ്ത്തലിൽ വീഴുന്നയാളെന്ന PT തോമസിന്റെ ആരോപണത്തിന് ശക്തമായ വാക്കുകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി. ഇത്രത്തോളം ഇകഴ്ത്തൽ കേട്ട മറ്റൊരാളില്ല. പുകഴ്ത്തലിൽ വീഴില്ല, ഇകഴ്ത്തലിൽ തളരുകയുമില്ല. ധനകാര്യ ബില്ലിന്റെ ചർച്ചയ്ക്കിടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. എടോ എന്നപ്പോഴും ഞാൻ എടോ തന്നെ വിളിക്കും, അതിന് വേറെ സംശയമൊന്നുമില്ല. എടോ എന്ന് വിളിക്കുന്നത് ഒരു തരത്തിലും ഒരു അരോചകമായിട്ടുള്ള പദപ്രയോഗമല്ല. ഇവിടെ അദ്ദേഹം പറഞ്ഞു, ഈ പുകഴ്ത്തൽ ഇങ്ങനെ കേട്ട് ഇങ്ങനെ അടങ്ങിയിരിക്കണ്ട എന്ന്. സർ, നമ്മുടെ ഈ കൂട്ടത്തില്, ഈ ഇരിക്കുന്ന നമ്മുടെ കൂട്ടത്തില് ഇത്രമാത്രം ഇകഴ്ത്തൽ ഇരയായ ഒരാളെ വേറെ കാണാൻ കഴിയുമോ നിങ്ങൾക്ക്? അന്ന് ഞാനങ്ങ് വീണുപോയില്ലല്ലോ. അപ്പോൾ മറ്റത് കേട്ടാൽ ഉയരുകയില്ല. സംസ്ഥാനത്ത് പവർ കട്ട് ഉണ്ടാകില്ലെന്ന് വൈദ്യുതി മന്ത്രി MM മണി. പുറത്തുനിന്ന് വൈദ്യുതി കൊണ്ടുവന്ന് പ്രതിസന്ധി പരിഹരിക്കും. നിയമസഭാ ചോദ്യോത്തര വേളയിലാണ് മന്ത്രിയുടെ മറുപടി. ഏത് സാഹചര്യത്തിലും വൈദ്യുതി കെട്ട് ഒഴിവാക്കി പോകുക എന്നതാണ് ഗവൺമെൻറ്റിൻ്റെയും വൈദ്യുതി ബോർഡിൻ്റെയും താല്പര്യവും കാഴ്ചപ്പാടും അതാണ്. ഇവിടെ ആവശ്യമുള്ള വൈദ്യുതിയുടെ 30% മാത്രമായിരുന്നു ഉൽപ്പാദനം. അതിലും ഇപ്പോൾ കുറയാനാണ് സാധ്യത. 70% വൈദ്യുതി നമ്മൾ വെളിയിൽ നിന്നും വാങ്ങിയാണ് ഇവിടെ ആവശ്യങ്ങൾ നിറവേറ്റിപ്പോകുന്നതെന്നുള്ള കാര്യം നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് 25 വർഷത്തേക്കും ദീർഘകാലത്തേക്കും അതല്ലാതെയുള്ള കരാറുകൾ വഴി വെളിയിൽ നിന്നും വൈദ്യുതി കൊണ്ടുവന്ന് ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ, വൈദ്യുതി കട്ട് ഒഴിവാക്കാൻ ഉള്ള നടപടി സ്വീകരിക്കും. അതിനുള്ള നടപടി ബോർഡ് സ്വീകരിക്കുന്നുണ്ട്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പുനഃപരിശോധിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ സമിതിയെ നിയോഗിക്കുമെന്ന് ധനമന്ത്രി TM തോമസ് ഐസക്. പദ്ധതിയിൽ നിന്നും പിന്മാറിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. എങ്കിലും സമിതിയെ വെച്ച് പഠിക്കാനാണ് സർക്കാർ തീരുമാനമെന്ന് C ദിവാകരന്റെ സബ്മിഷന് മറുപടിയായി ധനമന്ത്രി വ്യക്തമാക്കി. ഗെയിൽ വാതക പൈപ്പ് ലൈൻ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. എതിർപ്പിന്റെ ഭാഗമായി പദ്ധതി നിർത്തിവെക്കില്ലെന്നും VT ബൽറാമിന് മറുപടിയായി മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. RCCയെ മികവിന്റെ കേന്ദ്രമാക്കാതിരിക്കാൻ ആരോഗ്യവകുപ്പ് സെക്രട്ടറി ശ്രമിക്കുന്നതായി സബ്മിഷനിൽ VS അച്യുതാനന്ദൻ ആരോപിച്ചു. സ്വകാര്യ ഇൻഷുറൻസ് ഏജൻസിയെ സഹായിക്കുന്ന നിലപാടാണ് ഇതെന്നും VS കുറ്റപ്പെടുത്തി. എന്നാൽ ആരോഗ്യ സെക്രട്ടറി ഏകപക്ഷീയമായല്ല മുഖ്യമന്ത്രിയുമായി ആലോചിച്ചാണ് തീരുമാനമെടുത്തത് എന്നും ആരോഗ്യമന്ത്രി KK ശൈലജ മറുപടി നൽകി. നിയമസഭാംഗമായി 50 വർഷം പൂർത്തിയാക്കുന്ന KM മാണിക്ക് നിയമസഭയുടെ ആദരം. നിയമസഭ തന്റെ അമ്മത്തൊട്ടിലെന്ന് KM മാണി പറഞ്ഞു. അപൂർവ നേട്ടമാണ് മാണി കൈവരിച്ചതെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ലോക പാർലമെന്ററി ചരിത്രത്തിലെ അപൂർവ നേട്ടമാണ് മാണിയുടേതെന്നും അദ്ദേഹം അഭിനന്ദന പ്രസംഗത്തിൽ പറഞ്ഞു. നിയമസഭാ അംഗത്വത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന KM മാണിക്ക് പ്രത്യേക ആദരവും അഭിനന്ദനവുമാണ് കേരള നിയമസഭ നൽകിയത്. തന്റേതായ ആശയം കൊണ്ട് തത്വശാസ്ത്രം സൃഷ്ടിച്ച വ്യക്തിയാണ് KM മാണിയെന്ന് സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ അഭിനന്ദിച്ചു. രാഷ്ട്രീയത്തിൽ ആർക്കും നീക്കി നിർത്താനാകാത്ത പ്രമാണിയാണ് മാണിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ലോക പാർലമെന്ററി ചരിത്രത്തിൽ തന്നെ ഇടം നേടിയ വ്യക്തിയെന്നും അദ്ദേഹം അനുമോദിച്ചു. രാഷ്ട്രീയ അഭിരുചി മാറി വന്നു, സഖ്യങ്ങൾ മാറി വന്നു. അപ്പോഴും മാറാത്ത സാന്നിധ്യമായി നിയമസഭയിൽ ഒരാളേ ഉണ്ടായുള്ളൂ. അത് ശ്രീ KM മാണിയാണ്.
പലതിലും ഇന്ത്യക്ക് മാതൃകയായിട്ടുള്ള കേരളവും കേരള നിയമസഭയും KM മാണിയിലൂടെ പുതിയൊരു റെക്കോർഡ് ഇന്ത്യക്കും ലോകത്തിനും മുന്നിൽ വെച്ചു എന്നതാണ് സത്യം. ഇന്ത്യൻ ജനാധിപത്യത്തിലെ അത്ഭുതമാണ് KM മാണി എന്നതായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അഭിനന്ദനം. സാർ, ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഒരു അത്ഭുത പ്രതിഭാസമാണത്. ഇന്ത്യയിലെ ഒരു നിയമസഭയ്ക്കും കിട്ടാത്ത ഒരു സൗഭാഗ്യമാണ് മാണി സാറ് ഇന്ന് നമുക്കുണ്ടാക്കി തന്നിട്ടുള്ളത്. തന്റേതായ ശൈലി കൊണ്ട് ചരിത്രത്തിൽ ഇടം നേടുന്ന വ്യക്തിയാണെന്നും പുതിയ സാമാജികർക്ക് മാതൃകയാണ് മാണിസാറെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. അകലെയുള്ള മിത്രത്തെക്കാൾ അടുത്തുള്ള ശത്രുവാണ് നല്ലതെന്ന PC ജോർജിന്റെ വാക്കുകൾ സഭയിൽ ചിരി പടർത്തി. അകലെ കിടക്കുന്ന മിത്രത്തെക്കാൾ അടുത്ത് കിടക്കുന്ന ശത്രുവാണ് മെച്ചം. പാലാക്കാരോടും സാമാജികരോടും നിസ്സീമമായ നന്ദി KM മാണി സഭയിൽ രേഖപ്പെടുത്തി. പാലായിലെ എൻ്റെ പ്രിയപ്പെട്ട സംവിധായകരെ സ്മരിക്കാതെ പോകുന്നത് ശരിയായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഇപ്പോഴായിരിക്കും മനസ്സിലായത് നമ്മൾ ശത്രുക്കൾ എന്ന് കരുതുന്ന പല ആളുകളും നമ്മുടെ മിത്രങ്ങളാണ്. അതേസമയം ബാർക്കോഴ അഴിമതിയും അവസാന ബജറ്റ് അവതരണവും UDF വിട്ടതും KM മാണിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ കറുത്ത ഏടായി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ടോംസ് കോളേജിലെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ തുടർ പഠന സാധ്യത ചർച്ച ചെയ്യാൻ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രിയുമായി ചർച്ച നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ്. കെമിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണ് ചർച്ച നടത്തുക. ടോംസ് കോളേജിലെ വിദ്യാർത്ഥികളുടെ ഭാവി സംബന്ധിച്ച വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. റോജി M. ജോൺ MLA ആണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. AICTE അംഗീകാരം കിട്ടിയാൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മറ്റു കോളേജുകളിലും പഠിക്കാനാകുമെന്നും അതുവരെ ടോംസ് കോളേജിൽ തന്നെ പഠിക്കാനുള്ള സൗകര്യമുണ്ടെന്നും C രവീന്ദ്രനാഥ് പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചു. മന്ത്രിയുടെ മറുപടി ഗൗരവമുള്ളതെന്ന അഭിപ്രായത്തിൽ പ്രതിപക്ഷം വാക്കൌട്ട് ഒഴിവാക്കി. സംസ്ഥാന സർക്കാരിന്റെ കരട് IT നയം പ്രഖ്യാപിച്ചു. സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തുമെന്നും പുതിയ ഒരു വൈജ്ഞാനിക സമൂഹത്തെ വാർത്തെടുക്കുമെന്നും നയം വ്യക്തമാക്കുന്നു. IT മേഖലയിൽ മികച്ച നിക്ഷേപങ്ങൾ കൊണ്ടുവരാനും സ്റ്റാർട്ടപ്പ് പദ്ധതിയിലൂടെ യുവസംരംഭകരെ സൃഷ്ടിച്ച് സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതുമാണ് പുതിയ നയം. സർക്കാർ സേവനങ്ങൾ കാര്യക്ഷമമാക്കാനും എളുപ്പത്തിൽ ലഭ്യമാക്കാനും പുതിയ നയത്തിലൂടെ സാധിക്കും. സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്താനും പുതിയ ഒരു വൈജ്ഞാനിക സമൂഹത്തെ വാർത്തെടുക്കാനും ഉദ്ദേശിച്ചുള്ള സംസ്ഥാന സർക്കാരിന്റെ IT നയത്തിന്റെ കരട് രൂപരേഖയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അവതരിപ്പിച്ചത്. നയരേഖയ്ക്കൊപ്പം ഓരോ മേഖലയിലും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന 8 ഉപനയങ്ങളുടെ രേഖകളും അവതരിപ്പിച്ചു. പൊതുജനങ്ങളിൽ നിന്നും ഈ മേഖലയിലെ വിദഗ്ധരിൽ നിന്നും ലഭിക്കുന്ന ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ അന്തിമ നയത്തിൽ ഉൾപ്പെടുത്തും. ഡിജിറ്റൽ സാങ്കേതികവിദ്യയെ നാടിന്റെ വികസനത്തിന് ഉപയോഗപ്പെടുത്തുക എന്നതാണ് സർക്കാരിന്റെ നയം. ഇത് ഉപയോഗിച്ച് സർക്കാർ സേവനങ്ങൾ കാര്യക്ഷമമാക്കാനും എളുപ്പത്തിൽ ലഭ്യമാക്കാൻ സാധിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുകയും നയത്തിന്റെ ഭാഗമാണ്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഡിജിറ്റൽ വിഭജനത്തെ മറികടക്കാനുള്ള സാധ്യത ഉപയോഗിക്കും. IT മേഖലയിൽ മികച്ച നിക്ഷേപങ്ങൾ കൊണ്ടുവരാനും സ്റ്റാർട്ടപ്പ് പദ്ധതിയിലൂടെ യുവസംരംഭകരെ സൃഷ്ടിച്ച് സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതുമാണ് പുതിയ നയം. ഡിജിറ്റൽ സാങ്കേതിക ക്ഷേമത്തിന് മാത്രമല്ല ആധുനിക വ്യവസായങ്ങളുടെ ത്വരിതഗതിയിലുള്ള വികസനത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും നയം ഉത്തേജനം നൽകുന്നു. പശ്ചാത്തല സൗകര്യ വികസനം, മാനവ വിഭവശേഷി വളർച്ച, വാണിജ്യ വളർച്ച എന്നീ ഘടകങ്ങൾ വിവരസാങ്കേതിക വിദ്യയുടെ അർത്ഥപൂർണമായ ഉപയോഗം ത്വരിതപ്പെടുത്തുകയും അവയ്ക്ക് പ്രാമുഖ്യം നൽകുകയും ചെയ്യും. ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, സോഷ്യൽ മീഡിയ, മൊബിലിറ്റി, അനലിറ്റിക്സ്, ക്ലൌഡ് അധിഷ്ഠിത സേവനങ്ങൾ എന്നിവയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി നൂതന ആശയങ്ങളിലേക്കും അവയുടെ ആവിഷ്കാരങ്ങളിലേക്കും നയം വാതിൽ തുറക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തൃശൂരിൽ 15 വയസ്സുകാരിക്ക് നേരെ ലൈംഗിക പീഡനം. മധ്യവയസ്കനും മകളുടെ ഭർത്താവും പിടിയിലായി. പറപ്പൂക്കര സ്വദേശി രാജനും മരുമകൻ രാജുവുമാണ് പിടിയിലായത്. പോലീസ് പ്രതികൾക്കെതിരെ പോസ്കോ നിയമപ്രകാരം കേസെടുത്തു. പറപ്പൂർ പോങ്കോത്ര സ്വദേശി രാജനും മകളുടെ ഭർത്താവ് രാജുവുമാണ് പിടിയിലായത്. ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള അയൽവാസിയായ പെൺകുട്ടിയെ 2015 മുതൽ പ്രതികൾ പീഡിപ്പിച്ചതായി കണ്ടെത്തി. രാജനും മരുമകനും തുടർച്ചയായി ലൈംഗികമായി ഉപയോഗിച്ചതിനെ തുടർന്ന് ശാരീരിക അസ്വസ്ഥതകളുമായി പെൺകുട്ടി പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. തുടർന്നാണ് പീഡന വിവരം പുറത്തറിയുന്നത്. ഇരിങ്ങാലക്കുട മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം വൈദ്യപരിശോധനയും പൂർത്തിയാക്കി. പിടിയിലായ പ്രതികൾക്കെതിരെ പോസ്കോ നിയമപ്രകാരം കേസെടുത്തു. പലപ്പോഴായി പ്രതികളുടെ പീഡനം സഹിക്കവയ്യാതെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ആശുപത്രിയിൽ നിന്നും പോലീസിന് വിവരം കിട്ടിയനുസരിച്ചാണ് പോലീസ് പോയി മൊഴിയെടുത്ത് പുതുക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ SP സുധീരൻ ഇന്നലെ ദിവസം വൈകിട്ട് 7 മണിക്ക് പ്രതികളെ അറസ്റ്റ് ചെയ്ത് പെൺകുട്ടി മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന് ഹോസ്പിറ്റലിൽ നിന്നുള്ള റെക്കോർഡ് കൊണ്ട് കൃത്യമായി പ്രോസിക്യൂഷനെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പ്രതികൾ പോലീസിനോട് കുറ്റം ഏറ്റുപറഞ്ഞു. തൃശൂർ പോസ്കോ കോടതി ഇരുവരെയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
കൊല്ലം കുണ്ടറയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ 10 വയസ്സുകാരി ക്രൂരമായി ലൈംഗിക ചൂഷണത്തിന് ഇരയായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നിരന്തരം പീഡനത്തിന് ഇരയായ പെൺകുട്ടിയുടെ ശരീരത്തിൽ 22 മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. കഴിഞ്ഞ ജനുവരി 15-നാണ് പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതേസമയം സംഭവത്തിൽ കുണ്ടറ CI R സാബുവിനെ സസ്പെൻഡ് ചെയ്തു. കഴിഞ്ഞ ജനുവരി 15-ന് വീട്ടിലെ ജനൽ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു 10 വയസ്സുകാരുടെ മൃതദേഹം കണ്ടെത്തിയത്. അച്ഛനും അമ്മയും തമ്മിലുള്ള കുടുംബ പ്രശ്നമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നായിരുന്നു മൃതദേഹത്തിന് സമീപത്തുണ്ടായിരുന്ന ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിരുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നത്. പെൺകുട്ടി നിരന്തരമായി ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും ശരീരത്തിൽ 22 മുറിവുകൾ ഉണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. മകൾ ആത്മഹത്യ ചെയ്യില്ലെന്നും പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നും പെൺകുട്ടിയുടെ പിതാവ് ആരോപിച്ചു. മരിച്ചു, മകൾക്ക് 25 മുറിവുകൾ ഡോക്ടർ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടും അവൾ അപ്പൻ്റെ കൂടെ നിൽക്കുകയാണ്. മകൾ മരിച്ചൊന്നും അവൾക്ക് വിഷയമില്ല. എനിക്ക് ഈ പോക്സോ ഏറ്റെടുക്കുന്ന കാലത്ത് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് പരിശോധിക്കണം. എൻ്റെ കൊച്ചിൻ്റെ അകത്ത് ഒരു ഉറുമ്പ് പോലും കടിച്ചിട്ടില്ല എന്നാണ് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചെയ്തിരിക്കുന്നത്. കുണ്ടറ CIക്ക് അന്വേഷണ ചുമതല നൽകിയിരുന്നെങ്കിലും ഇതുവരെ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായില്ല. DGPക്കും മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനുമടക്കം പെൺകുട്ടിയുടെ പിതാവ് പരാതി നൽകിയിരുന്നു. പിതാവിന്റെ പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തു. പോലീസ് വീഴ്ച IG തലത്തിൽ അന്വേഷിച്ച് 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനും മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചു. പോലീസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിൽ പ്രതിഷേധിച്ച് DYFI, യൂത്ത് കോൺഗ്രസ്, BJP പ്രവർത്തകർ കുണ്ടറ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. പിതാവിന്റെ പരാതിയെ തുടർന്ന് കുട്ടിയുടെ ദുരൂഹ മരണം സംബന്ധിച്ച് അന്വേഷിക്കാനായി ക്രൈംബ്രാഞ്ചിന് ചുമതലപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വർക്കലയിൽ അയിരൂർ MGM സ്കൂളിൽ മാനേജ്മെന്റിന്റെ പീഡനം മൂലം വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണ വിധേയനായ വൈസ് പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്തു. BS രാജീവിനെയാണ് സസ്പെൻഡ് ചെയ്തത്. +1 വിദ്യാർത്ഥി അർജുനാണ് ആത്മഹത്യ ചെയ്തത്. പരീക്ഷയിൽ കോപ്പി അടിച്ചുവെന്ന് ആരോപിച്ച സ്കൂൾ അധികൃതർ അർജുനെ ഭീഷണിപ്പെടുത്തിയിരുന്നതായി ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. അയിരൂർ MGM മോഡൽ സ്കൂളിലെ +1 വിദ്യാർത്ഥി അർജുൻ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ആത്മഹത്യ ചെയ്തത്. കഴിഞ്ഞ ദിവസം നടന്ന വാർഷിക പരീക്ഷയിൽ ഡിജിറ്റൽ വാച്ച് ഉപയോഗിച്ച് കോപ്പിയടിച്ചെന്നാരോപിച്ച് വൈസ് പ്രിൻസിപ്പൽ രാജീവ് അർജുനെ ഭീഷണിപ്പെടുത്തിയതായും പ്രത്യേക യോഗം വിളിച്ച് മറ്റ് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും മുമ്പിൽ വെച്ചും അപമാനിച്ചതായും ബന്ധുക്കൾ ആരോപിക്കുന്നു. അവിടെ ഇന്നലെ PT മീറ്റിങ്ങിന് നമ്മളെ വിളിച്ചിരുന്നു. എല്ലാ ടേമിലുള്ള ഫെയിലായ പിള്ളേരെയാണ് വിളിച്ചത്. പക്ഷേ മോന ഡിബാർ ചെയ്യുമെന്നും എക്സാം എഴുതാൻ സമ്മതിക്കത്തില്ലെന്നും ക്രിമിനൽ കേസ് കൊച്ചിൻ്റെ പേരിൽ കൊടുക്കുമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് കൊച്ചിൻ്റെ മെന്റൽ ടെൻഷൻ താങ്ങാൻ ആവാതെന്നാണ് സംഭവിക്കുന്നത്. രാജീവ് BS എന്ന് പറയുന്ന സാറാണ് കുട്ടി ഇത്രയും ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത്. മീറ്റിംഗിൽ വെച്ച് അവനെ ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തുകയും എല്ലാം ചെയ്തു. ആ മീറ്റിംഗിന് ഇറങ്ങി വന്നപ്പോൾ കരഞ്ഞുകൊണ്ടാണ് വന്നത്. പരീക്ഷകളിൽ നിന്ന് ഡീബാർ ചെയ്യുമെന്നും ക്രിമിനൽ കേസെടുക്കുമെന്നും പറഞ്ഞ വൈസ് പ്രിൻസിപ്പാൾ മാപ്പപേക്ഷിച്ച മാതാപിതാക്കളോട് കയർത്തതായും ബന്ധുക്കൾ പറഞ്ഞു. സംഭവത്തിൽ സ്കൂൾ അധികൃതർക്കെതിരെ അർജുന്റെ അമ്മ വർക്കല പോലീസിൽ പരാതി നൽകി. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. അതേസമയം സ്കൂൾ മാനേജ്മെന്റ് ആരോപണങ്ങൾ നിഷേധിച്ചു. കോപ്പിയടിച്ച അർജുനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് സ്കൂൾ അധികൃതരുടെ വാദം. സംഭവത്തിൽ പ്രതിഷേധിച്ച് വിവിധ സംഘടനകൾ സ്കൂളിലേക്ക് മാർച്ച് നടത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച തൃപ്തികരമെന്ന് കൊച്ചി കായലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞ മിഷേലിന്റെ പിതാവ് ഷാജി. മകളുടെ മരണം ആത്മഹത്യയാണ് എന്ന് വിശ്വസിക്കുന്നില്ല. പുതിയ അന്വേഷണ സംഘം ശരിയായ ദിശയിൽ അന്വേഷിക്കും എന്ന വിശ്വാസമുണ്ടെന്നും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്നും ഷാജി പറഞ്ഞു. മിഷേലിന്റെ മരണത്തിലെ ദുരൂഹത നീക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായി പിതാവ് ഷാജി പറഞ്ഞു. മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ച തൃപ്തികരമാണ്. നിലവിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ കുറിച്ച് പരാതി പറയാനില്ല. നമ്മൾ സ്റ്റേഷനിൽ ആദ്യമേ ചെന്നപ്പോഴുണ്ടായ 1-2 സ്റ്റേഷനിൽ കയറിയുള്ള ഒരു അനുഭവം മാത്രമേ പങ്കുവച്ചത്. അതിനെല്ലാം നല്ല തക്കതായ പരിഹാരം ഉണ്ടാക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞങ്ങൾ ആത്മഹത്യയാണ് എന്ന് ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അതിന് വേണ്ടുന്ന ഒത്തിരി സാഹചര്യങ്ങളും ഒത്തിരി തെളിവുകളും നമുക്ക് നിരത്തി വയ്ക്കാനുണ്ട്. അതെല്ലാം മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. മകൾ ആത്മഹത്യ ചെയ്യില്ലെന്നും കൊല്ലപ്പെട്ടതാണെന്നും പിതാവ് ഷാജി ആവർത്തിച്ചു. പുതിയ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിൽ വിശ്വാസമുണ്ട്. പിന്നീട് പ്രതിപക്ഷ നേതാവുമായും കൂടിക്കാഴ്ച നടത്തി. നിയമസഭയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മലപ്പുറം താനൂരിൽ സമാധാനം ഉറപ്പുവരുത്താൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനം. മന്ത്രി KT ജലീൽ പങ്കെടുക്കുന്ന സമാധാന യോഗം ഈ മാസം 20-ന് ചേരും. നഷ്ടപരിഹാരം തിട്ടപ്പെടുത്താൻ RDO നേതൃത്വത്തിൽ നാളെ റവന്യൂ സംഘം സ്ഥലം സന്ദർശിക്കാനും തിരൂരിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. തിരൂർ RDO വിളിച്ചു ചേർത്ത സമാധാന യോഗത്തിൽ കാര്യമായ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടായില്ല. തീരദേശ മേഖലയിൽ സമാധാനം ഉറപ്പുവരുത്താൻ സഹകരിക്കുമെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉറപ്പു നൽകി. താലൂക്ക് തലത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഓരോ പ്രതിനിധിയെ ഉൾപ്പെടുത്തി അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചു. RDO, തഹസിൽദാർ, DYSP എന്നിവർ ഇതിൽ അംഗങ്ങളാണ്. പ്രാദേശിക തലത്തിൽ സമാധാന കമ്മിറ്റികൾ നിലവിൽ വരും. പ്രത്യേക ഗ്രാമസഭ വിളിച്ചു ചേർക്കാനും
പലായനം ചെയ്തവരെ തിരിച്ചെത്തിക്കാനുള്ള നടപടി ഊർജിതമാക്കാനും തീരുമാനമായി. നഷ്ടപരിഹാരം കൃത്യമായി തിട്ടപ്പെടുത്തി സർക്കാരിന് റിപ്പോർട്ട് നൽകുമെന്ന് RDO സുഭാഷ് അറിയിച്ചു. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ 20-ാം തീയതി വിശദമായിട്ടൊരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങൾ അവർ നിർദ്ദേശിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഗവൺമെന്റ് തലത്തിൽ തീരുമാനമെടുക്കേണ്ടതാണ്, പോളിസി മാറ്റേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് അതിനുമുമ്പ് ഞങ്ങൾ ആളുകൾക്ക് സംഭവിച്ചിട്ടുള്ള നഷ്ടങ്ങൾ അതിൻ്റെ എസ്റ്റിമേഷനൊക്കെ എടുത്ത് 20-ാം തീയതി വിശദമായിട്ടുള്ളൊരു ചർച്ചയ്ക്ക് ശേഷം തീരുമാനം ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. സമാധാനം ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് CPIM ഏരിയ സെക്രട്ടറി E. ജയൻ യോഗശേഷം വ്യക്തമാക്കി. ഒരു സ്ഥലത്ത് നാച്ചുറലായ ഒരു പേരുണ്ട്, ആ പേര് ഇപ്പോൾ മനുഷ്യനെ മറന്നുപോയിട്ടുണ്ട്. ഓരോ സംഘടനകളും ഇടുന്ന പേരായിട്ട് അത് അറിയപ്പെടുന്നത് അത് വേണ്ടതില്ല എന്ന പൊതു അഭിപ്രായം റവന്യൂ ഡിപ്പാർട്ട്മെന്റും ജില്ലാ ഭരണകൂടവും സ്വീകരിച്ചിട്ടുണ്ട്. പൊതുവിൽ ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും അതിനോട് യോജിച്ചിട്ടുണ്ട്. 20-ാം തീയതി ആവുമ്പോഴേക്കെല്ലാം നീക്കം ചെയ്യും. സമാധാനത്തിന് മുൻകൈയെടുക്കേണ്ട പോലീസും അധികാരികളും അത് ചെയ്തില്ലെന്ന വിമർശനമാണ് ലീഗ് യോഗത്തിൽ ഉന്നയിച്ചത്. പോലീസിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ പരിശോധിക്കുമെന്ന് തിരൂർ ഡിവൈഎസ്പി AJ ബാബു അറിയിച്ചു. പ്രദേശത്ത് ആവശ്യമായ പോലീസിനെ നിയോഗിച്ചിട്ടുണ്ടെന്നും സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നും ഡിവൈഎസ്പി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. കൊടും വേനലിൽ നാടും നഗരവും കുടിനീരിനായി അലയുമ്പോൾ കാടിന്റെ മക്കളുടെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതിനും അപ്പുറമാണ്. വേനൽ അവരുടെ ജീവിതം തന്നെ അടിമുടി മാറ്റിക്കഴിഞ്ഞു. തിരുവനന്തപുരം അമ്പൂരി ആദിവാസി ഊരിലെ പുറം ലോകമറിയാത്ത നമുക്ക് തികച്ചും അന്യമായ വേനൽ ജീവിതങ്ങളിലേക്ക്. സമുദ്രനിരപ്പിൽ നിന്നും 1500 അടി ഉയരത്തിലാണ് അമ്പൂരി. അവിടെ പുരവിമലക്കടവിൽ നിന്നും നെയ്യാറും കടന്നു വേണം തൊടുമല ആദിവാസി ഊരിലെത്താൻ. നാട്ടിലെ വരൾച്ചയുടെ കാഴ്ചകൾ നമ്മൾ കണ്ടുകഴിഞ്ഞു. നാട്ടിലെ വരൾച്ചയേക്കാൾ രൂക്ഷമാണ് കാടിനകത്തെ വരൾച്ച എന്നാണ് കേട്ടുകേൾവി. അതറിയാനായി കടത്തുകടന്ന് കാട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. 6 കിലോമീറ്റർ ദൂരെ വനാന്തർ ഭാഗത്താണ് 40ഓളം ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്ന തൊടുമല. കുടിലിലേക്ക് കുടിവെള്ളം ചുമന്നുകൊണ്ടുവരുന്ന പതിവ് കാഴ്ചകൾ ഇവിടെ കാണാനില്ല. ഊരിലെ ജീവിതം തന്നെ വേനലിൽ തകിടം മറിഞ്ഞു. ദിനചര്യകൾക്കായി ഊരുവിട്ടിറങ്ങിയ ആദിവാസി കുടുംബങ്ങൾക്ക് നെയ്യാറിന്റെ തീരത്താണ് ഇപ്പോൾ ഇടത്താവളം. വീട് അവിടെയാണ്, താമസം ഇപ്പം ഈ കുടിവെള്ളത്തിനനുസരിച്ച് ഇപ്പൊ കയറിയാണ്. വൈകുന്നേരങ്ങളിൽ റേഷനരിയുമായി 1 മണിക്കൂറോളം നടന്ന് പുഴയോരത്തെത്തും. ഒരു കലത്തിൽ വേവുന്ന കഞ്ഞിയാണ് എല്ലാവരുടെയും അത്താഴം. പിന്നീട് അവിടെ തന്നെ അന്തിയുറക്കം. പിറ്റേന്ന് രാവിലെ പ്രാതൽ കഴിഞ്ഞ് മടക്കം. ഉച്ചയ്ക്ക് പട്ടിണി. നമുക്കും അവിടെ സകലവും വെള്ളമില്ല. ആ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്ന് നേരത്തിൽ നിന്ന് വെള്ളം കോരിയാണ് ഇവിടെ വെച്ച് കഞ്ഞി വെച്ച് കുടിച്ച് കൊണ്ടാണ് രാവിലെ മാറി വീട്ടിൽ പോകും. അതേമാതിരി വൈകിട്ട് ഇങ്ങോട്ട് പോരും. ഇപ്പോൾ ഇന്നെല്ലാം കൊണ്ട് വെച്ചിരിക്കുകയല്ലേ. അഞ്ഞ് ഇവിടെ വേവിച്ച് നിന്നിട്ട് ഇവിടെ കടന്നിട്ട് രാവിലെ വളയന്ത്രങ്ങളൊക്കെ ചെയ്തിട്ട് തിരികെ വരും ഇവിടെ തന്നെ കിടക്കാനായി. വീട്ടിൽ വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട് പാത്രം കഴുകാൻ വെള്ളമില്ല. ഒരു വളർക്ക് വെള്ളമില്ല, ദേഹം കഴുകാൻ പോലും നിവർത്തിയില്ല. പുറമെ വന്യമൃഗ ഭീഷണിയും കാട്ടുതീയും. ആന ഇറങ്ങുന്ന പ്ലേസാണ്. ഈ പാറയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. ആന, പന്നി ഇതൊക്കെ നമ്മൾ പിന്നെ ഇവിടെ തീയും പരുത്തി കിടക്കും. ഇപ്പൊ ഇനി കുടിവെള്ളം എപ്പോൾ കിട്ടുമെന്ന് അറിയാം. വെള്ളം കിട്ടുള്ളൂ. കുടിവെള്ളം കിട്ടുന്നവരെ ഞങ്ങൾ ഇവിടെ കിടക്കും എന്നുള്ള ഉറപ്പാണ്. ഊരിൽ വെള്ളമെത്തിച്ച് തങ്ങളുടെ ദുരിതം തീർക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് മാത്രമാണ് ഇവരുടെ അപേക്ഷ. ഊരിൽ കുടിക്കാൻ പോലും വെള്ളമില്ലാത്തതിനാൽ ആറ്റിൻകരയിലേക്ക് താൽക്കാലികമായി താമസം മാറ്റിയിരിക്കുകയാണ് ഇവർ. കുടിനീരിനായി കുടിയേറുന്ന ഇവരുടെ ദുരിതം പുറം ലോകമറിയണം. അധികൃതർ നടപടിയെടുക്കണം. അമ്പൂരി തൊടുമലയിൽ നിന്നും ക്യാമറാമാൻ ബിച്ചു പോച്ചലിനൊപ്പം ജിതിൻ ചന്ദ്രൻ.